ഇപ്പോൾ ഈ കാണുന്ന പോലത്തെ ആള് വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് തെളിയുന്ന സോളാർ സെൻസർ ലൈറ്റുകൾ പല മോഡലുകളിലുള്ളത് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം ഒരുപാട് വ്യത്യാസമുള്ളതും ഒരുപാട് പ്രത്യേകതകളുമുള്ളതായ ഒരു പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓൺ ചെയ്ത് വെക്കുക. ഇപ്പോൾ ഈ കാണുന്ന രണ്ട് ലൈറ്റുകളും നിസ്സാര വിലക്ക് ഒരുപാട് കാലമായിട്ട് മാർക്കറ്റിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്നിരിക്കുന്ന ഒരു സോളാർ സെൻസർ ലൈറ്റാണ് ഇത്. ഇതിൻ്റെ ബോക്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇതൊരു റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു സോളാർ സെൻസർ ലൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നും നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബോക്സ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം ഇതിനകത്തുള്ളത് ഈ പറയുന്ന സോളാർ സെൻസർ ലൈറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഒരു റിമോട്ട് കൺട്രോളും അത് നമുക്ക് ചുമരിലോ മറ്റോ ഒക്കെ ഫിറ്റ് ചെയ്ത് വെക്കുവാനുള്ള സ്ക്രൂകളും വാൾ പ്ലഗുകളും ഒക്കെയാണ് ഇതിൻ്റെ കൂടെയുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഇംഗ്ലീഷിലും ചൈനീസിലും ഒക്കെയുള്ള ഒരു യൂസർ മാനുവലും ഉണ്ട്. അതിൽ ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നും ഇതിൻ്റെ സ്പെസിഫിക്കേഷനും മറ്റു കാര്യങ്ങളും എല്ലാം വളരെ വിശദമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെൻസർ ലൈറ്റിനെ വളരെ വിശദമായിട്ട് തന്നെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾക്കിവിടെ കാണാം വളരെ മനോഹരമായൊരു ഡിസൈനാണ് ഇതിനുള്ളത്. പിന്നെ ഇത് പൂർണ്ണമായും വാട്ടർ പ്രൂഫാണ്. ഇത് ഞാൻ അഴിച്ചു നോക്കിയതാണ്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം കയറാത്ത രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ കേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫിറ്റിങ്ങും CCTV ക്യാമറയുടേതുപോലെ തന്നെയാണ്. ഇത് നമുക്ക് വാളിൽ ഇതുപോലെ ഫിറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ ഇതിൻ്റെ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഇതിൽ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ലെഗുകൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള സോളാർ പാനലിലേക്ക് നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററികൾ 2000 mAh രണ്ടെണ്ണമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രകാശം കിട്ടുന്ന സ്ഥലത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഫുൾ ചാർജ് ആക്കി എടുക്കാൻ പറ്റും. ലൈറ്റിൻ്റെ മുൻവശത്തായിട്ടുള്ള ഈ ഗ്രീൻ നിറത്തിലുള്ള ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ഓൺ ചെയ്യുന്നതിനും ഓഫ് ചെയ്യുന്നതിനും ഇതിൻ്റെ CCTV മോഡ് അതുപോലെ ലൈറ്റ് മോഡ് അതിലേക്കൊക്കെ മാറ്റുന്നതിനുമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ടും ഈ ഫംഗ്ഷനുകളെല്ലാം നമുക്ക് നിയന്ത്രിക്കാനാവും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ ഇതിൻ്റെ ലെഗ് നമ്മൾ സ്ക്രൂ ഉപയോഗിച്ചിട്ട് ചുമരിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്നത് പോലെ ഏത് ആംഗിളിലേക്കും നമുക്കിതിനെ തിരിച്ചു വെക്കാൻ സാധ്യമാണ്. പിന്നെ ഇത് ഔട്ട്ഡോർ വെക്കുന്ന ഓട്ടോമാറ്റിക് ലൈറ്റ് ആയതുകൊണ്ട് ഇതുകൊണ്ടുള്ള മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഇത് മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ മാത്രമല്ല ഓട്ടോമാറ്റിക്കായിട്ട് പ്രകാശിക്കുന്നത്. ഇത് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു 3 മീറ്റർ പരിധിയിൽ കൂടി അത്യാവശ്യം വലിപ്പമുള്ള മൃഗങ്ങൾ വന്നു കഴിഞ്ഞാലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പ്രകാശിക്കും. അപ്പോൾ സിറ്റ് ഔട്ടിലും മറ്റുമൊക്കെ പട്ടികളുടെയും മറ്റും ശല്യമുള്ള സ്ഥലങ്ങളിലൊക്കെ വീടുകളിൽ നമുക്ക് ഇത്തരം ഒരു ലൈറ്റ് വെക്കുകയാണെങ്കിൽ ഇത്തരം മൃഗങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് പ്രകാശിക്കുകയും അപ്പോൾ അതിൻ്റെ ലൈറ്റ് പെട്ടെന്ന് കാണുന്നത് കൊണ്ട് ഇത്തരം മൃഗങ്ങൾ പേടിച്ചോടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ശല്യങ്ങളും ഒഴിവാക്കാം. ഇപ്പോൾ ഈ കാണുന്നത് പോലെ ഏതൊരു ആംഗിളിലും നമുക്കിതിനെ ഫിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിലെ ആ അഡ്ജസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ദിവസവും വേണമെങ്കിൽ ഇതിൻ്റെ ആംഗിൾ മാറ്റി മാറ്റി വെക്കുകയും ചെയ്യാം. ഇങ്ങനെ ഇതിൻ്റെ ആംഗിൾ മാറ്റി മാറ്റി വെക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇതിൻ്റെ സോളാർ പാനലിലേക്ക് കൃത്യമായിട്ട് പ്രകാശം കിട്ടുന്ന രീതിയിൽ തന്നെ വേണം വെക്കാൻ. അല്ലെങ്കിൽ ബാറ്ററി പെട്ടെന്ന് തന്നെ ചാർജ് തീർന്നു പോകും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിൽ നിന്ന് അത്യാവശ്യം നല്ല വെളിച്ചം തന്നെ കിട്ടുന്നുണ്ട്. ഇതിൽ ശക്തമായ പ്രകാശം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 77 SMD LEDകളാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ ഇതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തിട്ടും ഇതിൽ നമ്മൾ പ്രകാശത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വൈറ്റ് LEDകൾ തെളിഞ്ഞിട്ടില്ല. ആകെ ഒരു റെഡ് ഇൻഡിക്കേറ്റർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതിലെ സോളാർ തന്നെയാണ് ഇതിൽ ഡേ നൈറ്റ് സെൻസറായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ സോളാർ പാനലിലേക്ക് വെളിച്ചം കിട്ടുന്ന സമയത്ത് ഈ ലൈറ്റ് പ്രവർത്തിക്കുകയില്ല. അതായത് പകൽ സമയത്ത് ഇത് ഓഫായിട്ടാണ് ഉണ്ടാവുക. ഇനി ഞാൻ ഇതിൻ്റെ സോളാർ പാനൽ മറച്ചു പിടിച്ചപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ലൈറ്റ് നന്നായിട്ട് തന്നെ പ്രകാശിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രകാശത്തിന് 3 മോഡുകളാണുള്ളത്. ഇതിലുള്ള ബട്ടൺ ഞെക്കുന്നതിനനുസരിച്ച് അത് കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വെള്ള നിറത്തിൽ പൊങ്ങി നിൽക്കുന്ന ഒരു ഭാഗം കാണാം. അതാണ് ഇതിൻ്റെ മനുഷ്യൻ വന്നു കഴിഞ്ഞാലും മൃഗങ്ങൾ വന്നു കഴിഞ്ഞാലും ഒക്കെ ബോഡി സെൻസ് ചെയ്യുന്ന ആ ഒരു PIR മോഷൻ സെൻസർ. ഇതിൻ്റെ 3 മീറ്റർ പരിധിയിലൂടെ ആളുകളോ വലിയ മൃഗങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ലൈറ്റ് ഓൺ ആവും. അപ്പോൾ ഇതിൻ്റെ മോഡുകൾ എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇത് ഫുൾ പ്രകാശത്തിൽ ഓൺ ആവും. പിന്നെ രണ്ടാമത്തെ പ്രസ്സിങ്ങിന് ഇത് ഒന്ന് ഡിമ്മായിട്ടാണ് പ്രകാശിക്കുക. പിന്നെ അതിൻ്റെ അടുത്തുകൂടി ആളുകളോ അല്ലെങ്കിൽ ഇതുപോലെ മൃഗങ്ങളോ പോയി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫുൾ ബ്രൈറ്റിൽ തെളിയും.
അങ്ങനെ 15 സെക്കൻഡിന് ശേഷം വീണ്ടും ആ ഡിം മോഡിലേക്ക് മാറും. വീണ്ടും അവിടെ ആളുകൾ ചലിക്കുന്നുണ്ടെങ്കിൽ അത് പ്രകാശിച്ചു തന്നെ നിൽക്കും. പിന്നെ മൂന്നാമത്തെ മോഡ് എന്ന് പറയുന്നത് അത് വളരെ ഡിമ്മായിട്ട് ഫുൾ ടൈം കത്തിക്കിടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ സെൻസർ ഇല്ലാതെ ഫുൾ ടൈം പ്രകാശത്തിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇവിടെ ഒരു റെഡ് ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്നത് നിങ്ങൾക്കിവിടെ കാണാം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ CCTV മോഡ് എന്ന് പറയുന്നത്. ഇതിൽ അപ്പോൾ CCTV ക്യാമറ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാവും. ഇതിൽ ക്യാമറ അല്ല ഉള്ളത്. ഇത് CCTVയുടെ ആ ഒരു ക്യാമറയുടെ ഷേപ്പിൽ ഉള്ളതും അതുപോലെ തന്നെ ഇതിൽ ഒരു CCTV ക്യാമറ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു ഇൻഡിക്കേറ്ററൊക്കെ വെച്ചിട്ട് ഇതിനെ ഒരു ഡമ്മി ക്യാമറ ആയിട്ടാണ് ഈ കമ്പനി അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് വീടിൻ്റെ പുറത്തൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ആളുകളുടെ ശ്രദ്ധയിൽ വരികയും അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് അവർ തെറ്റിദ്ധരിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ ഒരു കുറ്റകൃത്യങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ കുറവായിരിക്കും എന്നുള്ളതാണ് ഡമ്മി ക്യാമറ വെക്കുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് മോഡലുകൾ ഡമ്മി ക്യാമറകൾ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഞാൻ ഇതിൽ ലാസ്റ്റ് കാണിച്ചു തരാം. നേരത്തെ നമ്മൾ ബട്ടണിൽ ഓപ്പറേറ്റ് ചെയ്തതുപോലെ ഇതിൻ്റെ കൂടെയുള്ള റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ടും ഈ ലൈറ്റിനെ നമുക്ക് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ സാധ്യമാണ്. ലൈറ്റിനെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും അതുപോലെ മോഡുകൾ ചേഞ്ച് ചെയ്യാനും എല്ലാമുള്ള ബട്ടണുകൾ ഈ റിമോട്ട് കൺട്രോളിൽ ഉണ്ട്. ഇത് നമ്മൾ ഓൺ ചെയ്തിട്ട് ഒന്നാമത്തെ മോഡലാണ് ഇട്ട് വെച്ചിട്ടുള്ളതെങ്കിൽ 15 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വെള്ള ലൈറ്റ്, അതായത് പ്രകാശത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലൈറ്റ് ഓഫ് ആവും. അത് പിന്നെ അവിടെ മറ്റെന്തെങ്കിലും ചലനം നടന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഓൺ ആവുക. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയിട്ട് പിന്നെ 15 സെക്കൻഡിനുള്ളിൽ മറ്റു ചലനങ്ങളൊന്നുമില്ലെങ്കിൽ 15 സെക്കൻഡ് കഴിഞ്ഞാൽ അത് ഓഫ് ആവും. ഇതിലുള്ള മോഡ് 2 സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ഓട്ടോമാറ്റിക്കും ഡിം ലൈറ്റും കൂടിയുള്ളതാണ്. അതായത് നമ്മൾ മോഡ് 2 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിമ്മായിട്ടായിരിക്കും പ്രകാശിക്കുക. പിന്നെ അതിൻ്റെ അടുത്തൊരു ചലനം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഫുൾ ബ്രൈറ്റ് ആവും. പിന്നെ അത് വീണ്ടും ഡിമ്മായിട്ട് മാറും. പിന്നെ മൂന്നാമത്തെ മോഡ് എന്ന് പറയുന്നത് ഡിം ലൈറ്റ് മാത്രമാണുള്ളത്. അതിൽ ഓട്ടോമാറ്റിക് ഇല്ല. അത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ അത് ഫുൾ ടൈം അങ്ങനെ ഡിമ്മായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ അടുത്ത് ആളുകൾ വന്നാലോ പോയാലോ ഒന്നും അത് ബ്രൈറ്റ് ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയോ ഇല്ല. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആണ് വേണ്ടതെങ്കിൽ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മോഡ് സെലക്ട് ചെയ്താൽ മതി. അതെല്ലാം ഇതിൻ്റെ കൂടെയുള്ള യൂസർ മാനുവലിൽ വളരെ വിശദമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ വർക്കിങ്ങിൻ്റെ ചെറിയൊരു ഉദാഹരണം കാണിക്കാം. ഇപ്പോൾ ഞാനിവിടെ മോഡ് 2 ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഓൺ ചെയ്യുമ്പോൾ ഡിമ്മായിട്ട് പ്രകാശിക്കുന്നു. പിന്നെ അതിൻ്റെ അടുത്ത് നമ്മൾ ചലിക്കുമ്പോൾ ഇത് ഫുൾ ബ്രൈറ്റ് ആയിട്ട് തെളിയുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചത് അത്രയും നമ്മുടെ റൂമിലെ ലൈറ്റുകൾ ഓൺ ചെയ്ത് വെച്ചുകൊണ്ടാണ്. ഇനി ഇതിൻ്റെ ശരിക്കുമുള്ള പ്രകാശം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ ഇവിടുത്തെ ലൈറ്റുകളൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് കാണിക്കാം. ഇത് അത്യാവശ്യം നല്ല പ്രകാശം തന്നെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് 77 SMD LED ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പവറിലുള്ള പ്രകാശം നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. ഇത് നമ്മൾ വീടിന് പുറത്ത് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ ടൈം പ്രകാശം ആവശ്യമാണെങ്കിൽ മോഡ് 2 അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഇല്ലാതെ മോഡ് 3 ഇടാവുന്നതാണ്. പിന്നെ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രം വെക്കുക. സൺഷെയ്ഡിന് ചുവടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും വെക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചാർജിങ് ലഭിക്കാതെ നമുക്ക് ഫുൾ ടൈം ഉപയോഗം നടക്കാതെ വരും. ഇതുപോലത്തെ സോളാർ ചാർജിംഗ് ഉള്ള 50 വാട്ടിൻ്റെയും 100 വാട്ടിൻ്റെയും ഒക്കെ ഹെവി ഫ്ലഡ് ലൈറ്റുകൾ ഔട്ട്ഡോർ ഉപയോഗിക്കാൻ പറ്റിയത് ഇഷ്ടം പോലെ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ CCTV ക്യാമറയുടെ ആ ഒരു ഷേപ്പ് തന്നെയാണ്. ഡമ്മി ആയിട്ട് ഉപയോഗിക്കാനും അതുപോലെ നമ്മുടെ ലൈറ്റിൻ്റെ ആവശ്യവും നടക്കും എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ ഞാനൊരു പ്രത്യേകം വീഡിയോ ആയിട്ട് തന്നെ ചെയ്തത്. ഇതുപോലെ സോളാറിൻ്റെ അല്ലാതെ AC-യിൽ നേരിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഔട്ട്ഡോർ ആവശ്യങ്ങൾക്കുള്ള സെൻസർ ലൈറ്റുകളുടെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അത് നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ പല വലുപ്പത്തിലും പല ഷേപ്പിലുമുള്ള സോളാർ സെൻസർ ലൈറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ചെറുതിൽ 20 LED ആണുള്ളത്. ഇപ്പോൾ ഈ കാണുന്ന അതിൻ്റെ കുറച്ച് മീഡിയം സൈസായിട്ട് വരുന്നത് ഇതിൽ 100 LED ഉള്ളതാണ്. 100 LED ഉള്ളതിൽ നേരത്തെ നമ്മൾ കാണിച്ചതുപോലെ 3 മോഡുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ ക്യാമറയുടെ ഷേപ്പല്ല എന്ന് മാത്രമല്ല ഇത് അതിൻ്റെ അത്ര ബാറ്ററി ബാക്കപ്പും കിട്ടുന്നതല്ല. ഇതിലൊക്കെ സിംഗിൾ ബാറ്ററികളാണ് ഉപയോഗിക്കുന്നത്. ചെറിയ രീതിയിലുള്ള സെൻസർ ലൈറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ഇത്തരം ചെറിയ ലൈറ്റുകൾ തന്നെ ധാരാളം മതിയാവും. ഇതിൽ കാണിച്ച ഈ പച്ച ബോക്സിലുള്ള ചെറിയ ലൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ മുമ്പ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മൾ സെൻസർ അലാറം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഇടാം. പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡമ്മി ക്യാമറകളാണ്. ഇത് പല ഷേപ്പിലുള്ളത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതുപോലത്തെ ഡോം ക്യാമറയുടെ ഷേപ്പിലും ബുള്ളറ്റ് ക്യാമറയുടെ ഷേപ്പിലും ഒക്കെ നമുക്ക് ഇതുപോലത്തെ ഡമ്മികൾ ലഭ്യമാണ്. അപ്പോൾ നമ്മളിത് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിനും സൗകര്യത്തിനുമൊക്കെ പറ്റിയ രീതിയിലുള്ള ഷേപ്പിലുള്ളത് വാങ്ങിയിട്ട് വെച്ചാൽ മതി.
ഇപ്പോൾ ഈ കാണുന്നത് മറ്റൊരു ഡമ്മി ക്യാമറയാണ്. ഇതുപോലെ നിരവധി അനവധി മോഡലുകളിൽ ഡമ്മി ക്യാമറകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഇത്തരം ഡമ്മി ക്യാമറകളെ കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഡമ്മി ക്യാമറകളും സോളാർ സെൻസർ ലൈറ്റുകളും പല വലിപ്പത്തിലും പല മോഡലുകളിലും ഇപ്പോൾ ലഭ്യമാണ്. ഇവയുടെ വില അറിയുന്നതിനും ഇവയെല്ലാം കൊറിയറായിട്ട് ലഭിക്കുന്നതിനും ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുന്നതിനും ഇത്തരം പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങുന്നതിനുമൊക്കെയുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്